വെൽഫെയർ പാർട്ടി PDP വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങളൊക്കെയാണ് ഇടത് UDF ക്യാമ്പുകളിൽ നിന്നൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. BJP ആ ഒരു പൾസ് എങ്ങനെയാണ് കാണുന്നത്? നമ്മൾ ഈ രാജ്യത്തെ കാണുന്നത് നമ്മുടെ പ്രധാനമന്ത്രി എപ്പോഴും പറഞ്ഞു കൊടുക്കുന്നത് നമ്മുടെ രാജ്യം ഒന്നാണ്. നമ്മുടെ പല ജാതികളുണ്ട്, മതങ്ങളുണ്ട്, എങ്കിൽ തന്നെയും എല്ലാവർക്കും വേണ്ടി ഭരിക്കുന്ന ഒരു പാർട്ടിയാണ് BJP. കാരണം നമ്മൾ BJP ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ നോക്കിയാൽ വീട്, കക്കൂസ്, കറണ്ട്, നമ്മുടെ ആരോഗ്യ മേഖലയിൽ ഇതെല്ലാം ചെയ്തിരിക്കുന്ന എല്ലാ കമ്മ്യൂണിറ്റിക്കും വേണ്ടി എല്ലാവർക്കും ഗുണമുണ്ടായിട്ടുണ്ട്. പക്ഷെ കേരളത്തിൽ വരുമ്പോൾ ഭരിക്കുന്ന ചിലർക്ക് വേണ്ടി മാത്രമാണ്. ഇപ്പൊ തന്നെ ഈ ഇലക്ഷൻ നോക്കിയാലേ PDP ആയിട്ട് ഇടതിന് LDF അലയൻസ് ആണ്, UDFന് ജമായത്തുമായിട്ട് അലയൻസ് ആണ്. ഇതൊക്കെ തീവ്രവാദ പ്രസ്ഥാനങ്ങളാണെന്ന് എല്ലാവർക്കും അറിയാവുന്നത്. പക്ഷെ ഇലക്ഷൻ വരുമ്പോൾ അവരുമായിട്ട് അലയൻസ് നടത്തുന്നു. ഭരണത്തിൽ വരുമ്പോൾ അവർക്ക് വേണ്ടി കാര്യങ്ങൾക്ക് ചെയ്യുന്നു. ഇതൊക്കെ ഇന്ത്യക്ക് നല്ലതല്ല, ജനങ്ങൾക്ക് നല്ലതല്ല, ഭാരതത്തിന് നല്ലതല്ല. നമ്മൾ ഇതിനൊക്കെ അപ്പുറത്ത്, ഇലക്ഷൻ അപ്പുറത്ത് ഒരു രാജ്യമുണ്ട്, നമ്മുടെ കേരളമുണ്ട്. ഇവിടെ ഒന്നും നടക്കാത്ത ഒരു സ്ഥലമാണ്. ഇവിടെ കുട്ടികൾക്ക് ജോലിയില്ല, എല്ലാ പിള്ളേരും ഇപ്പോൾ പുറത്തു പോകല്ലേ. പണ്ടൊക്കെ ആണെങ്കിൽ ഗ്രാജുവേഷൻ കഴിഞ്ഞ് ജോലിക്ക് പോകുമായിരുന്നു. ഇപ്പൊ പഠിക്കാൻ തന്നെ പോവാണ്. പിന്നെ പേരൻസിനെ കൊണ്ട് അപ്പനന്മാരെ കൊണ്ട് അങ്ങ് വിദേശത്തേക്ക് പോവാ. ഈ കത്തോലിക്ക കോൺഗ്രസ് UDFനെ വിമർശിച്ചിട്ട് ഇന്നലെ ഒരു പ്രസ്താവന കത്തോലിക്ക കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് വന്നു. മലയോര പ്രശ്നത്തിനകത്ത് മുനമ്പത്ത് ഒക്കെ BJPയോടൊക്കെ അനുഭാവപൂർവമായ നിലപാടൊക്കെ കാണിച്ചതാണ് കത്തോലിക്ക കോൺഗ്രസ്. ഇപ്പോഴത്തെ ഈ വിമർശനം എങ്ങനെയാണ്? നമുക്ക് ചിന്തിക്കുന്ന എല്ലാവരും നമ്മുടെ BJP ചെയ്യുന്നത് നല്ല കാര്യമാണെന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം പാവപ്പെട്ടവർക്ക് വേണ്ടി ഭരിക്കുന്ന ഒരു സർക്കാരിന് കണക്കല്ല. ഞാനൊരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്, ആക്സിലറേറ്റിംഗ് ഇന്ത്യ, മോദിയുടെ ഏത് വർഷം. പാവങ്ങൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ചെയ്തിരിക്കുന്ന, കഴിഞ്ഞ 10-75 വർഷത്തിൽ ചെയ്തിരിക്കുന്നതിനേക്കാളൊക്കെ കൂടുതൽ 11 വർഷം കൊണ്ട് മോദി സർക്കാരിന് ചെയ്യാൻ സാധിച്ചു. നമ്മുടെ ബഡ്ജറ്റ് ആണെങ്കിൽ അതിന്റെ ആണെങ്കിൽ ഒരു 10-70% പാവപ്പെട്ടവർക്ക് വേണ്ടിയാണ് മുടക്കിയിരിക്കുന്നത്. ഇന്ത്യയിൽ എല്ലാവർക്കും കത്തോലിക്ക കോൺഗ്രസിന്റെ വോട്ട് ഈ മണ്ഡലത്തിൽ പ്രധാനപ്പെട്ടതാണ്. അത് NDA കാണുന്നുണ്ടോ? ഇപ്പം UDFനെതിരായിട്ടുള്ള വിമർശനം നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഗുണകരമാകുമെന്ന് കരുതുന്നു? അല്ല, തീർച്ചയായിട്ടും. കാരണം കത്തോലിക്ക കോൺഗ്രസിന് ധാരാളം കംപ്ലൈന്റ് ഉണ്ട്. കാരണം ആര് ഭരിച്ചാലും കത്തോലിക്ക കമ്മ്യൂണിറ്റിക്ക്, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് ഒന്നും കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ സ്കോളർഷിപ്പ് തന്നെ എടുത്തോളൂ. സ്കോളർഷിപ്പ് ആര് ഭരിച്ചാലും കത്തോലിക്ക കമ്മ്യൂണിറ്റിക്ക്, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് കിട്ടുന്നില്ല. അപ്പൊ അതിന്റേതായ ഗ്രീവൻസസ് ഉണ്ട്. കേരളം ഭരിക്കുന്ന ഏത് ഫ്രണ്ട് ആണെങ്കിൽ തന്നെയും ക്രിസ്ത്യാനികളെ അവഗണിക്കുക. അവർക്ക് ധാരാളം പ്രസ്ഥാനങ്ങൾ നടത്തുന്നുണ്ട്, ധാരാളം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇപ്പൊ റബ്ബറിന്റെ വില തന്നെ ഇപ്പോൾ 2020 ക്രിസ്ത്യാനികളെ അവഗണിക്കുകയാണ് എന്ന് പറയുന്നത് ഏത് മുന്നണിയാണെങ്കിലും. അത് പക്ഷെ നിലമ്പൂര് പോലെ അത് NDAക്ക് ഏതെങ്കിലും തരത്തിൽ ഗുണമാകുമോ? അങ്ങനെ ഒരു ന്യൂനപക്ഷ ഒരു വോട്ട് കൂടുതലായിട്ട് വരാനുള്ള എന്തെങ്കിലും സാധ്യത നിലമ്പൂരിൽ കാണുന്നു? അല്ല, ഞാനിപ്പോ ഒരു കാര്യം എടുത്തോട്ടെ. ഇപ്പൊ റബ്ബർ 2021 LDFന് മാനിഫെസ്റ്റോയിലുള്ളതാണ് റബ്ബറിന് 250 രൂപ കൊടുക്കുന്നു കിലോയ്ക്ക്. എന്താ നടപടി ചെയ്ത്? ഇപ്പൊ 4 വർഷമായില്ലേ ഈ സർക്കാരിന്റെ പിരിതിയിലായി? എന്താ ചെയ്തിരിക്കുന്നത്? ഇങ്ങനെ ഓരോ കാര്യം എടുത്താലും ക്രിസ്ത്യാനി, കാരണം റബ്ബറുമായിട്ട് കൂടുതൽ ബന്ധപ്പെട്ട ക്രിസ്ത്യാനിയാണ്. എന്താ ചെയ്തിരിക്കുന്നത്? കേരളത്തിൽ സാമ്പത്തികം മൊത്തം തകർന്നു പോകുന്നു. അതിനകത്ത് പ്രധാനപ്പെട്ടതായിട്ടും അഫക്ട് ചെയ്യുന്ന ക്രിസ്ത്യാനിയാണ്. ക്രിസ്ത്യാനിയുടെ എല്ലാ സാമ്പത്തികവും ഇങ്ങനെ താഴോട്ട് പോവുക. കാരണം സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് നിലമ്പൂരിൽ ഇവിടെ ധാരാളം ക്രിസ്ത്യാനികളുണ്ട്. പിന്നെ ചിന്തിക്കുന്ന എല്ലാവരും, ക്രിസ്ത്യാനി മാത്രമല്ല, ചിന്തിക്കുന്ന ഏത് മനുഷ്യനും വിചാരിക്കണം നമ്മുടെ രാജ്യമാണ് പ്രധാനപ്പെട്ടത്. ഈ രാജ്യത്ത് ഭരിക്കാനും കഴിവുള്ള, ജനങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തിട്ടുള്ള പാർട്ടിക്ക് വോട്ട് ചെയ്യണം. ഇതാണ് ഞങ്ങളുടെ അഭ്യർത്ഥന.